ഇന്നെന്തിട്ട് മോളെ ഉണ്ടാക്കണ നൂലപ്പ? നൂലപ്പം ഒന്നല്ല അമ്മ. അമ്മയ്ക്ക് ഞാൻ വെറൈറ്റി ആയിട്ടൊരു സാധനം ഉണ്ടാക്കി തരാട്ടാ. അമ്മ ഇതുവരെയും കഴിച്ചിട്ടുണ്ടാവില്ല ആ സാധനം. ശരി ഉണ്ടാക്കി തരാട്ടാ. നമ്മൾക്കിന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരം ഉണ്ടാക്കിയാലോ? അതിന് ഇഡ്ഡലി ചെമ്പടപ്പത്ത് വെച്ച് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടാ. നമുക്ക് ധരിക്കേണ്ട ആവശ്യമില്ല, നല്ല ശർക്കര പൊടിയാണ്. അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് 2 പിടി നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഈന്തപ്പഴം കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ഏലക്കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വരട്ടിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കുക. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന് വേണമെന്നില്ല. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ നമുക്ക് പൊടിയൊന്ന് കലക്കി നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് എടുത്തിട്ട് നമ്മുടെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിനി ഒരു ഇലയിലേക്ക് കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ തടവിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് ഈ ഇലയിലേക്ക് നമ്മുടെ നൂലപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ നൂലപ്പം തന്നെ അത് ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുക്കുക. ഇത്തിരി കട്ടിയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ടിട്ട് കൊടുക്കുക. നമുക്ക് അതിന്റെ നടുക്ക് അതുപോലെ കൂട്ടിട്ടിട്ട് നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ എടുത്തതിന് ശേഷം നമ്മളുടെ ഇല വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചെടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെറൈറ്റി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് പകുതി. ഇനി നമുക്കതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മളുടെയൊക്കെ മക്കൾക്ക് ചിലപ്പോൾ എന്നും ഒരേപോലത്തെ പലഹാരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർക്ക് എന്നും വെറൈറ്റി ആണ് ഇഷ്ടം. അപ്പൊ ഇത് എന്തായാലും ചെറിയൊരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു നോക്കാം. നൂലപ്പല്ല എന്ന് പറഞ്ഞിട്ട് നൂലപ്പാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കണേ. നൂലപ്പല്ല, വെറൈറ്റി തന്നെയാണല്ലോ. നന്നായിണ്ട്. എണ്ണ പലഹാരത്തിലാണ് നല്ലതാ. എന്നും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതി.